ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഓർമ്മകളിൽ. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ ശുശ്രൂഷകൾക്ക് ശേഷം വിലാപയാത്രയായി സെന്റ് മേരി മേജർ ബസലിക്കയിൽ ഖബറടക്ക ശുശ്രൂഷകൾ നടന്നു. ജനലക്ഷങ്ങളാണ് സംസ്കാര ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിച്ചത്. ലളിതവും പ്രൗഢഗംഭീരവുമായ ചടങ്ങിനാണ് വത്തിക്കാൻ സാക്ഷ്യം വഹിച്ചത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്ററയാണ് നേതൃത്വം നൽകിയത്. നന്മയുടെ സുവിശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയതെന്ന് കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ സന്ദേശത്തിൽ പറഞ്ഞു. ചടങ്ങിൽ ജിയോവാനി ബാറ്റിസ്റ്റയ്ക്കൊപ്പം സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ, കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്, മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ സഹകാർമ്മികരായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, കേന്ദ്രമന്ത്രിമാർ, കേരളത്തിൽ നിന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. 170 ലോകരാജ്യങ്ങളിലെ നേതാക്കളാണ് സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത്. തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹം വഹിച്ചുള്ള പേടകം സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക്. മേജർ ബസിലിക്കയിലേക്കുള്ള യാത്രയിലുടനീളം വലിയ ജനാവലിയാണ് മാർപ്പാപ്പയെ അവസാനമായി കാണാൻ റോഡിനിരുവശവും കാത്തുനിന്നത്. ബസിലിക്കയിലെത്തിച്ച മൃതദേഹ പേടകത്തിൽ സാധാരണക്കാരും കുട്ടികളും അടങ്ങുന്നവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ബസിലിക്കയ്ക്കുള്ളിലെ ഖബറടക്ക ശുശ്രൂഷകൾക്ക് കാർമെങ്കലോ കെവിൻ ഫാരൽ നേതൃത്വം നൽകി. സെന്റ് മേരി മേജർ ബസിലിക്കയ്ക്കുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം ഒറ്റമരപ്പേടകത്തിൽ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി മാർപ്പാപ്പ നിത്യതയിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.